ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, 41 സങ്കീർത്തനം 12 വാക്യം. നീ എൻ്റെ നിഷ്കളങ്ക നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. യു അപ്ഹോൾഡ് മീ ബിക്കോസ് ഓഫ് മൈ ഇന്റഗ്രിറ്റി ആൻഡ് യു സെറ്റ് മീ ഇൻ യുവർ പ്രസൻസ് ഫോർ എവർ. നിഷ്കളങ്കത്വം, ഇന്റഗ്രിറ്റി എന്നതിന് ഹോൾനെസ്, കംപ്ലീറ്റ്, അൺഡിവൈഡഡ് എന്നെല്ലാം അർത്ഥമുണ്ട്. 2 കാര്യങ്ങളാണ് ഈ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ നിഷ്കളങ്കതയിലേക്ക്, ഇന്റഗ്രിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദരിദ്രനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, വൺ ഹു കൺസിഡേഴ്സ് ദ പുവർ. 4-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തോട് പാപം ഏറ്റുപറയുന്നത്. ഒരു സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കമ്പാഷൻ ഫോർ അതേഴ്സ് ആൻഡ് കൺഫെഷൻ ഓഫ് അവർ സിൻസ്. ഇവയത്രേ നമ്മെ പൂർണ്ണതയിലേക്ക്, നിഷ്കളങ്കത്വത്തിലേക്ക് നയിക്കുന്നതും നമ്മെ ദൈവമുമ്പാകെ നിർത്തുന്നതും. ദൈവമുമ്പാകെ നിലനിൽക്കുവാൻ, എന്നേക്കും നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു.